ഹലോ ഗൈസ്, അങ്ങനെ കുറെ നാൾക്ക് ശേഷം പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ജീവിതത്തിൽ നടക്കുന്ന പോലൊരു പണി എനിക്കും കിട്ടി. എൻ്റെ ക്യാമറയുടെ ഷട്ടർ ഒന്ന് പൊട്ടി. അത് കാരണം പിന്നെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റാഞ്ഞു. ഇപ്പം എല്ലാം റെഡിയാക്കി പിന്നെയും കിട്ടി. അപ്പം ഇന്ന് മുതൽ നമുക്ക് പിന്നെയും തുടങ്ങാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതൊരു വ്യൂ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പലവരും നമ്മുടെ ജീവിതത്തിൽ വരും, അവരെല്ലാവരും പറയും ഞാൻ നിന്റെ കൂടെ കാണൂടാ. ഇതിപ്പം മെയിൻലി വരുന്ന റിലേഷൻഷിപ്പിന്റെ അകത്തായിരിക്കാം. ഞാൻ നിന്റെ കൂടെ അവസാനം വരെ കാണും എല്ലാം പറയും. അതിപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്കായാൽ പോലും ഇങ്ങനെ തന്നെ പറയാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞതെല്ലാം മാറും. അപ്പം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ആ സമയത്ത് വരുന്ന സാഡ്നെസ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നു. എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ആയാൽ പോലും എല്ലാത്തിനും ഒരു ഡിസ്റ്റൻസ് വരും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ വിഷമങ്ങളോ ഇതൊന്നും ഉണ്ടാകാതിരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വന്നു പോയതാണ്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും രണ്ടിലും എനിക്ക് വന്നു പോയതാണ്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല നേട്ടം വേണമെങ്കിൽ അതിൻ്റെ പുറകെ ഞാൻ തന്നെ പോകണം. അതിൻ്റെ പുറകെ വേറെ ആരും പോയാൽ ആ നേട്ടം എനിക്ക് കിട്ടത്തില്ല. നമ്മളിപ്പം എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ അവർ ചെയ്യണമെന്നില്ല നമുക്ക് വേണ്ടി. നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൊരു സന്തോഷം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ.